എത്രത്തോളം സിനിമ അഭിനയിച്ചു കാണും? 420 മുകളിൽ ഉണ്ടല്ലേ? ഈ ആളുകളെല്ലാം ശരിക്കും കാണുന്നതും സംസാരിക്കുന്നതും കൂടെ വർക്ക് ചെയ്യുന്നവരും ഇപ്പോഴാണ് സത്യം. ഇപ്പോഴാണ്. ഇപ്പോൾ നമ്മൾ തന്നെ എത്രയോ വർഷത്തിന് മുമ്പ് കണ്ടിട്ടുണ്ട്, എത്രയോ വർഷമായിട്ട് പരിചയമുണ്ട്, അടുപ്പമുണ്ട്. ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എനിക്കൊരു ദുഃഖമുണ്ട്, സാറ് 14 പടം ഡയറക്റ്റ് ചെയ്തു, ഒരു പടത്തിൽ പോലും എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പോഴത്തെ സിനിമകളും കാണാറുണ്ടോ? ഇപ്പോഴത്തെ സിനിമകളെന്തോ നമ്മൾ ഈ സമയത്തിൻ്റെ കൂടെ വളരാത്തത് കൊണ്ടാണോ, ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ അവരുടെ ബുദ്ധി നമുക്കില്ലാത്തത് കൊണ്ടാണോ, ഈ കാണാനുള്ള കഴിവ് നമുക്കില്ലാത്തതുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല. ഒരു 15 മിനിറ്റ് കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. പല പടങ്ങളിൽ എല്ലാം അല്ല, മിക്കവാറും ഒരു പടങ്ങളിൽ ഒരു 10, 15, 20 മിനിറ്റ് കഴിയുമ്പം അത് കട്ട് ചെയ്തിട്ട് വേറെ പടത്തിലോട്ട് പോവുകയാണ്. സംഗതി ഇതാണ്, ഈ കഥ മനസ്സിലാവില്ല, ഈ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ബന്ധവും മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചിപ്പോൾ ഈ തലമുറകൾ മാറുമ്പോൾ ഈ പഴയ നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ കഴിവന്മാർക്കൊന്നും മനസ്സിലാവില്ല. ഇപ്പോൾ നമ്മൾ ആ സ്ഥിതിയിലായിരിക്കാം. പടത്തിൻ്റെ കുഴപ്പമില്ല, എൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ സമാധാനമായിട്ടിരിക്കുന്നത്. അതെ അതെ. പക്ഷെ അന്നത്തെ പാട്ടുകൾ അത് ഭയങ്കരമായിരുന്നു. ഇപ്പോഴും നമ്മൾ അഭിനയിച്ച പടങ്ങളിലെ പാട്ടുകളല്ലേ ഈ പിള്ളേരെല്ലാം പാടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്കൂളിലെ കുട്ടികൾക്ക് പാടാൻ പറഞ്ഞാൽ പോലും പഴയ പാട്ടുകളാണ് പാടുന്നത്. അതെ. പക്ഷെ അതേ സമയത്ത് ഈ പഴയ പാട്ടുകൾ പടം തുടങ്ങുമ്പോഴായിരുന്നു ആളുകളെ ബീഡി വലിക്കാൻ പുറത്തിറങ്ങിക്കൊണ്ടിരുന്നത്. അന്ന് ഒരു അശരീരി ഗാനം ഉണ്ടായിരുന്നു അല്ലേ? അതായത് പിന്നെ നമുക്കിങ്ങനെ നമ്മൾ നടന്നു പോവുക, ഒരു ബാക്കിൽ ഒരു പാട്ടിങ്ങനെ വരിക, അതിനെന്തോ അശരീരി എന്തോ ഒരു സംഭവമാണ് പറയുന്നത്. അതെല്ലാ പടത്തിലും ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ ഇല്ല. പക്ഷെ എന്നാലും ആ പാട്ടുകൾ ഇപ്പോഴും, ഇപ്പം ഞാനും ഇടയ്ക്ക് കച്ചേരി ഇതൊക്കെ പോകുമ്പോൾ ആ പാട്ടുകളൊന്നും പാടാറില്ലല്ലോ. ഈ 100-100 അധികം പാട്ടുകളുണ്ടെങ്കിൽ 1-2 ഇതിൽ പാടാൻ ഇൻഡിവിജ്വൽ വല്ല മീറ്റിങ്ങിനോ ഏതെങ്കിലും ഒരു ഒക്കേഷനിലോ ഒന്നും പാടാനുള്ള പാട്ടുകൾ ഇല്ല. വലിയ പാടാണ് കിട്ടാൻ പഴയ പാട്ടുകൾ. അതെ അതെ. ഈ പാടുന്ന കുട്ടികൾ ജനിക്കുന്നതിന് മുമ്പുള്ള പാട്ടുകളാണ് പാടുന്നത്. അതെ അതെ, ശരി. അഞ്ജനക്കണ്ണെഴുതിയിട്ടുള്ള പാട്ടുകൾ. ശരിയാ. പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ അന്നത്തെ ആ ലിറിക്സ് തമ്പി സാറും വയലാർ അദ്ദേഹമൊക്കെ എഴുതിയിരുന്ന പാട്ടുകളിൽ വളരെ ഈ ലഘുവായിട്ടുള്ള വരികളാണ്, സാധാരണക്കാരന് പാടാൻ പറ്റുന്ന തരത്തിലുള്ള വരികളാണ്. അതൊക്കെ ഒരു പ്രത്യേകതയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ കൂടെ അഭിനയിച്ച പലരും ഈ സിനിമ ഇതൊക്കെ പഴയ സിനിമകൾ കാണുമ്പോൾ നമ്മളെ വിട്ടു പിരിഞ്ഞു പോയാൽ ഒരുപാട് ദുഃഖം തോന്നാണ്. ഈശ്വര, നമ്മൾ അവരുടെ കൂടെയൊക്കെ എത്ര സിനിമ അഭിനയിച്ചു. ഇന്നലെ പ്രേം നസീർ സാറിൻ്റെ ഒരു 37 അവരെല്ലാം കൂടെ ഇവിടെ വന്നിരുന്നു. ശരി. ഞാൻ എറണാകുളത്ത് പോയിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളെ ഒരു ആദരിക്കലും അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, സൗഹൃദമൊക്കെ മാറിപ്പോയില്ലേ സാർ? ഇപ്പം ക്യാരവൻ സൗഹൃദമായി പോയി. ക്യാരവൻ സൗഹൃദം പറഞ്ഞാൽ വീട്ടിൽ സൗഹൃദമല്ലേ, വെക്കിക്ക ഫോണ് വെച്ചിരിക്കല്ലേ. അതെ അതെ, ശരിയാണ് പറഞ്ഞത്. അതെ, എല്ലാം ആര് നോക്കിയാലും 4 പേര് വീട്ടിൽ തന്നെ ഇരുന്നാൽ ഇത് നോക്കിക്കൊണ്ടിരിക്കും. തമ്മിൽ സംസാരമൊന്നുമില്ല. കാലം മാറിപ്പോയി. അതെ, മാറിപ്പോയി. ഇപ്പം സാറൊന്ന് നല്ലോണം കളറൊക്കെ വെച്ച് വെളുത്ത് സുന്ദരനായിട്ടുണ്ട്. കാരണം വേറെ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഓട്ടം ചാട്ടം ഒന്നുമില്ലല്ലോ. സ്വസ്ഥമായിട്ടിരുന്നു, നല്ല കാര്യങ്ങളെ പറ്റി ചിന്തിക്കുന്നു, നല്ല സിനിമകൾ കാണുന്നു, വായിക്കുന്നു, അല്ലേ? അത് വലിയൊരു കാര്യമാണ്. പിന്നെ ആരോഗ്യത്തെ സംബന്ധിച്ച് വേറെ ഒരു പ്രശ്നമില്ലല്ലോ. ആരോഗ്യത്തിന് കുഴപ്പമില്ല. പക്ഷേ ഈ സിനിമകാരന് തന്നെ ഒരു 50 വർഷം ഞാൻ കാൽ ഉപയോഗിച്ചിട്ടില്ല. കാലത്ത് കഴിക്കുക, കുളിക്കുക, റെഡിயாக പോകുക, വണ്ടി കയറുക, നേരെ സ്റ്റുഡിയോയിൽ ചെന്നിറങ്ങുക, അല്ലെങ്കിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയി ഇറങ്ങുക, വൈകിട്ട് തിരിച്ച് വരിക, കുളിച്ച് റെഡിയായിട്ട് പോലെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുക, പിന്നെയും കാലത്ത് കഴിച്ച് പോവുക. ഇതായിരുന്നു മിക്കവാറുമുള്ള ദിവസങ്ങളിലെ പരിപാടി. അല്ലാത്ത ദിവസങ്ങളിൽ നടന്നു പോവുക എന്നുള്ളൊരു പണി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 50-60 വർഷത്തോളം കാല് നേരെ ഉപയോഗിച്ചില്ല. അതുകൊണ്ട് ഇപ്പോൾ എന്തോ പറ്റിയെന്ന് പറഞ്ഞാൽ എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ സ്റ്റഡിയല്ല, നടക്കുമ്പോൾ തത്തക്കാന്നാവും. ഞാൻ ചോദിക്കട്ടെ, വല്ല ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്താൽ ശരിയാവില്ല? ശരിയാവില്ല. ഇല്ല, ശരിയാവില്ല. സാർ ഈ എണ്ണയൊക്കെ തേച്ച് കൂടി അങ്ങനെയൊക്കെ അങ്ങനെ പോകുന്നല്ലോ. അതല്ലല്ലോ, എക്സസൈസ് ഇല്ലാത്തതിൻ്റെയാണ്. ഏതെങ്കിലും രീതിയിൽ ഡാമേജ് വന്നതാണെങ്കിൽ നമുക്ക് ചികിത്സിക്കായിരുന്നു. അതെ, എൻ്റെ 2 കാലും സർജറി ചെയ്തു. അതെയോ? അത് ഇപ്പം നടന്ന കുഴപ്പമൊന്നുമില്ല. കാരണം എനിക്ക് തേയ്മാനം വന്നു.
അത് വരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ സീരിയലിൻ്റെ സാറിന് അറിയാറിയുള്ളൂ, സീരിയലിൽ നമ്മളെ നിർത്തി 12 മണിക്കൂറോ അങ്ങനെ നിന്നിട്ട് ഈ ലിഗമെൻ്റൊക്കെ പ്രശ്നം വന്നു. അത് അതെ, മുട്ടിൻ്റെ എല്ലാവർക്കും വരാറുണ്ട് ഒരു ഏജ് എല്ലാം ചെയ്തു. അതെ, ഒരു ഏജ്. പ്രായമായി. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ അവൻ്റെ സഹായത്തിലാണ് നമ്മൾ കണ്ട് വാക്കർ, അതിൻ്റെ സഹായത്തിലാണ് വീടിൻ്റെ അകത്ത് തന്നെയാണ്. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്നോട്, ഇതും പിടിച്ചുകൊണ്ട് വീടിൻ്റെ അകത്ത് നടക്കാവൂ, നിൽക്കാവൂ, കാരണം ഏത് നിമിഷവും വീഴാം, നീ ഇത് ഉപയോഗിക്കാതെ ഉരുണ്ട് വീണാൽ എന്നെ ഫോൺ ചെയ്യരുത് എന്നങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വീഴുന്നത് തന്നെ. അതാണ്, ഒന്ന് സൂക്ഷിക്കണം. ഞാനെൻ്റെ ഈ കാലിൻ്റെ അടിവശത്തെ ലിഗമെൻറ്റിനായിരുന്നു പ്രശ്നം. അതിന് തേയ്മാനം വരുമ്പോൾ ഇതുപോലെ എന്നോട് ഡോക്ടർ പറഞ്ഞു, നടക്കുമ്പോൾ ബാലൻസ് തെറ്റും, സൂക്ഷിക്കാൻ പറയാം. അപ്പോൾ പിന്നെ ഞാനങ്ങത് സർജറി ചെയ്ത് അന്ന് ശരിയാക്കി. ഒന്നാമത് പിള്ളേരും ഇല്ല, ആരുമില്ല, ഞാനും ഒരു സർവൻറ്റും, നടക്കാനും കൂടെ വയ്യാങ്കിൽ എന്തോ ചെയ്യും. ഇതങ്ങനെ ശരിയാണ് രോഗം. പിന്നെ സാരമില്ല, ഇപ്പം ഓടിയില്ലേ. കുറേ നാളിങ്ങനെ വണ്ടി ഷെഡി കിടക്കട്ടെ. ഒരുപാട് എത്രത്തോളം സിനിമ അഭിനയിച്ചു കാണും? 420 മുകളിൽ ഉണ്ടല്ലേ? ഓ, നമ്മളൊക്കെ എത്ര ചെറുപ്പം അതിന് കാണാൻ തുടങ്ങിയതാ. ഞാൻ 63 തുടങ്ങിയതാണ്. നമ്മളെ കാൽപ്പാടുകളാണോ? ഞാൻ അതെ, ആദ്യം വന്ന പടം കാൽപ്പാടുകളാണ്. ഞാൻ അഭിനയിക്കാൻ പോയത് മൂട് പടമാണ്. അതെ, ചന്ദ്രകാര്യ മൂട് പടത്തില്ല അഭിനയിക്കാൻ പോയത്. ഞാനവിടെ ഡൽഹിയിൽ ഇപ്പോൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അവിടെ ഒരു മുടിയനായ പുത്രൻ്റെ അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി അവരെല്ലാം വന്നല്ലോ. അപ്പോൾ ഇത് ബാസി എൻ്റെ ഫ്രണ്ടായിരുന്നു ഇവിടെ വെച്ച്, അടൂർ ബാസി. അപ്പം ബാസി അവിടെ ഞാൻ മലയാളി അസോസിയേഷനിലുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഫംഗ്ഷൻ ഞാൻ പോയി ബാസി കണ്ടു. ബാസി എല്ലാവരെയും പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ രാമകാരിയായിട്ട് പരിചയപ്പെടുത്തി. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുകയാണ്. അപ്പോൾ ചോദിച്ചാൽ ഡ്രാമയിൽ ഇൻട്രസ്റ്റ് ഉള്ളൂ, സിനിമയിൽ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് കാര്യമായിട്ട് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല, ഏതായാലും എനിക്ക് അഭിനയമാണ് എൻ്റെ ഇഷ്ടം. അത് ഞാനിവിടെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ജോയിൻ ചെയ്തപ്പോൾ മറ്റേ സ്കൂൾ ഓഫ് സിനിമ തുടങ്ങി, അതിൻ്റെ പൂനെയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിരുന്നില്ല. അതിൻ്റെ അടുത്ത വർഷം തുടങ്ങി. ഒരു പക്ഷേ അത് ആദ്യം തുടങ്ങിയിരുന്നെ ഞാൻ അങ്ങോട്ട് പോയേനെ. അപ്പോൾ അമിതാഭ് ബച്ചൻ്റെ കൂടെ അമിതാഭ് ബച്ചനെ കാണുന്നത് അത് കഴിഞ്ഞ 5-6 വർഷം കഴിഞ്ഞു. ഞാൻ 63 നാഷണൽ സ്കൂൾ ഡ്രാമ വിട്ടു. അന്ന് ഞാൻ പറഞ്ഞ ഈ രാമകാര്യത്തിനെ പരിചയപ്പെടുത്തി. അദ്ദേഹമാണ് ഈ പടത്തിന് വിളിച്ച് പോയിട്ട് അവിടെ ചെന്നിട്ട് മേക്കപ്പ് ടെസ്റ്റിന് പോയപ്പോൾ അവർക്ക് അവിടെ ഷൂട്ടിംഗ് ഒന്നും ഇല്ലായിരുന്നു. മൂടുപടക്കാർക്ക് നിലമണിഞ്ഞ കാൽപ്പാടുകളിൽ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു. അവിടെ കൊണ്ടുപോയിട്ടാണ് എന്നെ മേക്കപ്പ് ടെസ്റ്റ് എടുത്തത്. പിറ്റേ ദിവസം ആയപ്പോൾ ശോഭന പരമേശ്വരൻ ചോദിച്ചു, എൻ്റെ പടത്തിൽ ശരീരം അഭിനയിക്കാൻ ചോദിച്ചു. അത് ശരി. അങ്ങനെ ആദ്യം നിലമണിഞ്ഞ കാൽപ്പാടുകളിൽ അഭിനയിച്ചു. അത് നസീർ സാർ ഉണ്ടല്ലേ? നസീറാണ് അതിനകത്തുള്ളത്. പട്ടാളക്കാരനായിട്ട്. അത് തന്നെ, പട്ടാളക്കാരൻ്റെ കഥയാണ്. ഇതൊരു നല്ല റോളാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള റോളാണ്. ഇവരെല്ലാം കൂടെ സത്യൻ സാറിനെ കൊണ്ട് അഭിനയിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അത് ചെയ്യാത്തല്ല, കാരണം അദ്ദേഹത്തിന് അത് അഭിനയിക്കാനുള്ള റോളില്ല. അപ്പോൾ അങ്ങനെ അതിൽ അഭിനയിക്കാൻ ചോദിച്ചിട്ട് അതിലാദ്യം കയറി അഭിനയിച്ചു. രണ്ടാമത് നോക്കും. ശരി. പിന്നെ തമിഴിലെ വല്ലതും അഭിനയിച്ചിട്ടുണ്ടോ? തമിഴിലെ ഒരു പടം അഭിനയിച്ചത് ധർമ്മദുരൈ എന്ന് പറഞ്ഞിട്ട്. ശിവാജിയാണോ? ശിവാജിയല്ല, അത് വേറെ. അത് അഭിനയിച്ചതല്ല, അത് ഫംഗ്ഷനിലോ മറ്റോ കൂടിയിട്ടുള്ളൂ, അല്ല അതൊരു ക്യാരക്ടർ ചെയ്തതല്ല. ശരിക്കുള്ള ക്യാരക്ടർ ചെയ്തത് രജനീകാന്തിൻ്റെ ധർമ്മദുരൈ, അതിൽ അയാളുടെ അച്ഛനായിട്ട് ക്യാരക്ടർ ചെയ്തു. 14 പടം ഡയറക്റ്റ് ചെയ്തല്ലേ? അതെ, 14 പടം. അതൊക്കെ സാർ സ്വന്തം ഇതാണോ? അല്ല, എൻ്റെ സ്വന്തം പലരും ചെയ്തിട്ടുണ്ട് ഡയറക്ഷൻ. ഞാൻ ഇത് ചെയ്തത് എൻ്റെ 5-6 പടം എൻ്റെ ഒരു 6 പടത്തോളം ഞാൻ തന്നെ ചെയ്ത്. ബാക്കി പടങ്ങളിലെ മറ്റുള്ളൊരു പടങ്ങളായിരുന്നു. ചന്ദ്രകുമാറായിരുന്നു എൻ്റെ ബാക്കി പടങ്ങളെല്ലാം ചെയ്തത്. അപ്പോൾ എന്തായാലും റെസ്റ്റൊക്കെ എടുത്ത് ഇപ്പോൾ സിനിമയൊക്കെ കണ്ട്, പഴയ സിനിമകളൊക്കെ കണ്ട്
പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് അല്ലേ? അതെ. ഇതൊരു നല്ല ഒരു റിട്ടയർഡ് ലൈഫ് എന്ന് പറയുന്നതാണ്. സാറിന് ഇപ്പോഴാണ് ധാരാളം ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് ഒരു നല്ല കാര്യം. പിന്നെ അവിടുന്ന് അന്വേഷിച്ച് ഇവിടെ ആരും ഇല്ലെങ്കിൽ എന്നവർ അവളെ ഉമ്മ വരും, പിള്ളേരുണ്ട്, അവർ വരും. അവിടെ ഉമ്മയും ഭർത്താവും അവളെ മോനും അവളുടെ മോൻ്റെ ഭാര്യയും ഇപ്പം അവൾ അത്രയൊക്കെ ആയി. അതെ. അവൻ്റെ ഭാര്യ പ്രസവിച്ചപ്പോൾ കുഞ്ഞിന് 6 മാസമായി. എത്ര തലമുറയായില്ലേ? 4ാമത്തെ തലമുറ. 4ാമത്തെ തലമുറ. അവർ കുട്ടികളെ എന്നും കൊണ്ടുവരും. ഇവിടെ ആരും ഇല്ലാത്തപ്പോൾ അവരാരെങ്കിലും എടുത്തുകൊണ്ട് വരും. നമ്മൾ ഒരു 7-8 വർഷത്തിന് മുമ്പാണ്, 8 അല്ല 10 വർഷങ്ങളിലേക്കാണ് നമ്മൾ അബുദാബിയിൽ ഞാനും സാറും ഷീലാമ്മയും ഇതുപോലെ എല്ലാം കൂടെ ഒരു ഇതിന് ഒരു ഫംഗ്ഷന് പോയി. അതെ അതെ. ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതിൽ വരണം എന്ന്. പക്ഷെ അതിനൊക്കെ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും സമയം, എല്ലാത്തിനും ഒരു സമയം. ഈ ആളുകളെല്ലാം ശരിക്കും കാണുന്നതും സംസാരിക്കുന്നതും കൂടെ വർക്ക് ചെയ്യുന്നവർ ഇപ്പോഴാണ് സത്യം. ഇപ്പോൾ നമ്മൾ തന്നെ എത്രയോ വർഷത്തിന് മുമ്പ് കണ്ടിട്ടുണ്ട്, എത്രയോ വർഷമായിട്ട് പരിചയമുണ്ട്, അടുപ്പമുണ്ട്. ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പോഴാണ്. ശരിയാ. 5-6 ദിവസം മുമ്പേ മോഹൻലാൽ വന്നിരുന്നു, മറ്റേ അമ്മയുടെ കോവളത്ത് വരുന്നത്. അങ്ങനെ നേരെ ഇവിടെ വന്നിട്ടാണ് പോയത്. മമ്മൂട്ടിയും രോഗമെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ആദ്യം ഇവിടെ വന്നിട്ടാ പിന്നെ എയർപോർട്ടിൽ നേരെ ഇങ്ങോട്ടാണ്. അങ്ങനെ ഉള്ളവരെല്ലാം ഇവിടെ വരും, വന്നു കഴിഞ്ഞിട്ടാണ് പോകും. സാറ് ഇവിടെ ഇരുന്നാൽ മതി, എല്ലാവരും ഇങ്ങോട്ട് വരും, എല്ലാവരെയും കാണാം. അതെ, അതൊക്കെ ഒരു വലിയ ഭാഗ്യമല്ലേ? പിന്നെ സംശയമുണ്ട്. അപ്പം അങ്ങനെ ഞാൻ വളരെ നാളത്തെ സാറിനെ കാണണം എന്നുള്ള എൻ്റെ ആഗ്രഹം ഇന്നാണ് സാധിച്ചത്. ഈ അമ്മ ചാനലിൻ്റെ ആൾക്കാരോടൊത്താണ് സാധിച്ചത്. എന്തായാലും ഇത്രയും നേരം സാറിനെ കാണാൻ പറ്റിയാലും കുറേ കാര്യങ്ങൾ, നമ്മുടെ പഴയ കാര്യങ്ങൾ സംസാരിക്കാനും ഓർമ്മിക്കാനും ഒക്കെ പറ്റിയാലും ഒരുപാട് സന്തോഷം.